ഹാഷ്മി പറഞ്ഞത് 3 ജില്ലകളിലെങ്കിലും വിശ്വാസികളെ അല്ലെങ്കിൽ അവരുടെ വോട്ടെടുപ്പ് തീരുമാനത്തെ സ്വാധീനിക്കാവുന്ന ഒരു പ്രശ്നമായി ശബരിമല നിൽക്കുന്നുണ്ടെന്നാണ്. അസിതയ്ക്ക് എന്താണ് അഭിപ്രായം? ഗോപി, എനിക്കതിൽ പറയാനുള്ളത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനി എത്ര പ്രചണ്ഡ പ്രചാരണം നടത്തിയാലും ഇല്ലെങ്കിലും ഈ വിഷയം ബാധിക്കാൻ പോകുന്നത് ഒരു പർട്ടിക്കുലർ വോട്ടേഴ്സിനെയാണ്. അത് ഇനി എത്ര പ്രചാരണം നടത്തിയില്ലെങ്കിലും അത് ബാധിക്കും, നടത്തിയാലും അത് ആരാണ് പർട്ടിക്കുലർ വോട്ടേഴ്സ്? സ്വാഭാവികമായും ഈ ശബരിമല വിശ്വാസവുമായി ബന്ധപ്പെട്ട വിശ്വാസവുമായി ബന്ധപ്പെട്ട ആളുകളെയാണ്, അവരാണ് ആ പർട്ടിക്കുലർ വോട്ടേഴ്സ്. എനിക്കൊരു കൗണ്ടർ ക്വസ്റ്റ്യൻ, അതായത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു വിശ്വാസ പ്രശ്നമാണോ അതോ അഴിമതി പ്രശ്നമാണോ? ഗോപി, അതൊരു അഴിമതി പ്രശ്നമാണ്, അഡ്മിനിസ്ട്രേറ്റീവ് ലെവലുണ്ടായ പ്രശ്നമാണ്. പക്ഷേ ഈ ശബരിമല എന്ന് പറയുന്നത് ഹാഷ്മി ആവർത്തിച്ച് പറഞ്ഞതുപോലെ ഒരു വൈകാരിക വിഷയം കൂടിയാണ്. അപ്പോൾ ദേവന്റെ സ്വർണം കൊള്ളയടിച്ചു എന്നുള്ളത് സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ ഞാൻ മറ്റൊരു ഉദാഹരണം പറയാം. ഈ സ്വർണ്ണക്കൊള്ള നടന്നത് ഈ സർക്കാരിന്റെ കാലത്തിന് മുൻപായിരുന്നത് കരുതിക്കുക. അപ്പോഴും അതിനുശേഷം നടന്ന നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് നിലവിൽ ഏത് സർക്കാരാണോ ഭരിക്കുന്നത് ഇത് അതിലേക്ക് എത്തും. പിന്നെ നമ്മൾ ഇത് ഉയർത്തിക്കൊണ്ട് വരുന്നേ ഇല്ല എന്ന് പറയുന്നത് പൂർണ്ണമായും തെറ്റാണ്. ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ കഴിഞ്ഞ തവണ കണ്ടതുപോലെ ഈ പാട്ട് വെച്ചുള്ള പ്രചാരണങ്ങളൊക്കെ ഇല്ലായിരിക്കാം. പക്ഷേ അതിനപ്പുറം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചാരണങ്ങൾ നടക്കുന്നതൊക്കെ പ്രാദേശിക തലത്തിലാണല്ലോ, മണ്ഡലങ്ങൾ അവരൊക്കെയും ഇതുണ്ടാകുന്നുണ്ട്. സ്വർണം കട്ടവരെ ഇനിയും കൊണ്ടുവരാൻ താല്പര്യപ്പെടുന്നുണ്ട്. അതായത് അസിത പറഞ്ഞു ഇത് കേവലം അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ഒരു ചെറിയ വിഷയം മാത്രമാണ്. അതായത് സർക്കാർ തലത്തിലല്ല, ഇത് അവിടുത്തെ ഭരണ സംവിധാനവുമായി ബന്ധപ്പെട്ട ഇതിലാണെന്ന്. പക്ഷേ പ്രശ്നം, ഞാൻ ഉന്നയിക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിനെ നമ്മൾ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് എന്ന് പറഞ്ഞാൽ കേവലാർത്ഥത്തിൽ നമ്മൾ പറയും അഡ്മിനിസ്ട്രേഷൻ ഇതെന്ന് പറഞ്ഞാൽ ഒരു ഉദ്യോഗസ്ഥ സംവിധാനം എന്ന്. ഇത് അതല്ലല്ലോ, ഇത് CPIM നിയോഗിച്ചിട്ടുള്ള CPIMന്റെ പ്രധാനപ്പെട്ട നേതാക്കളാണ് ഈ ദേവസ്വം ബോർഡിന്റെ തലപ്പത്തുണ്ടായിരുന്നത്. അവരുടെ ഭാഗത്ത് നിന്ന് വന്ന ഗുരുതരമായ വീഴ്ചയോ അഴിമതിയോ ആണ്. ഇത് അഴിമതി പ്രശ്നം. ഞാൻ പറയട്ടെ, ഇപ്പോൾ ഇത് ഒരു മാല പറിച്ചുകൊണ്ടുപോയി എന്നുപോലെ മോശ പ്രശ്നമാണ്, ഇത് അഴിമതി പ്രശ്നമല്ല. ശബരിമല എന്ന് പറഞ്ഞാൽ ഇരുമുടി ഏന്തി ഒരുപാട് ഭക്തന്മാർ വർഷാവർഷം ലക്ഷക്കണക്കിന് പേർ കോടിക്കണക്കിന് പേർ കണ്ട് അവിടെ നിന്ന് കൈതൊഴാൻ പോലും അത്ര സമയം കിട്ടുള്ളൂ. അവർ ഹൃദയത്തിലേറ്റുന്ന പ്രതിഷ്ഠയാണ്, അവരുടെ ഭഗവാനാണ്. ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ, ഭഗവാന്റെ സ്വത്തടിച്ചു മാറ്റി എന്നുള്ള വിശ്വാസ പ്രശ്നം അവിടെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ വിശ്വാസികളുടെ ആ ഹൃദയവികാരത്തെ വഞ്ചിച്ചു എന്ന വിശ്വാസ പ്രശ്നം ഓഫ് കോഴ്സ് അവിടെ ഉണ്ട്. അഡ്മിനിസ്ട്രേഷൻ എങ്ങനെ മാത്രമാവുന്ന എങ്ങനെ? ഉദ്യോഗസ്ഥരല്ല. ഈ നമുക്ക് ചോദിക്കാനുള്ള ജനാധിപത്യ കേരളത്തിൽ നമുക്ക് ചോദിക്കാനുള്ള ഉദ്യോഗസ്ഥരോടല്ല, നമ്മളെ ഭരിക്കുന്ന സർക്കാരിനോട് ചോദിക്കാനുള്ള എന്താണ് കാണിച്ചത് ചോദിക്കാനുള്ളത്. അത് ചോദിക്കാത്രേ ഉള്ളൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.